ഇടുക്കി മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാനശല്യം പരിഹരിക്കാൻ ഇടപെടലുമായി പഞ്ചായത്ത്. വിഷയത്തിൽ പ്രത്യേക പ്രമേയം പാസാക്കിയതായും നടപ്പിലാക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോതമംഗലം DFO ഓഫീസിന് മുൻപിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ച് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് വാർഡ് മെമ്പറും വ്യക്തമാക്കി. കഴിഞ്ഞ കുറേ നാളുകളായി മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാനശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിലായ വാർത്ത കേരള വിഷൻ ന്യൂസാണ് പുറത്തുകൊണ്ടുവന്നത്. രാത്രിയും പകലുമെല്ലാം ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം മേഖലയിൽ വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ കൃഷിയിൽ നിന്നും പിന്തിരിയുന്ന അവസ്ഥയിലെത്തി. കാട്ടാനശല്യ പരിഹാരത്തിനായി മുൻപ് ഇടുക്കി NPയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ച് യോഗം ചേർന്നിരുന്നുവെന്നും പഞ്ചായത്ത് ഇതിനായി പ്രത്യേക പ്രമേയം പാസാക്കിയതായും പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു MA കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ആനശല്യം കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്നതുകൊണ്ട് നമ്മളെ റോഡുകളിൽ സന്ധ്യസമയങ്ങളിൽ ഒരു യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്തൊരവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിനൊരു റെസൊല്യൂഷൻ പാസ്സാക്കിയായിരുന്നു. അപ്പോൾ നമ്മളതിൽ അന്ന് MP DFOയോട് പറഞ്ഞത് ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം എന്നാണ് പറഞ്ഞത്. 3 ലക്ഷം രൂപ നമുക്കതിന് ഒരു വാഗ്ദാനമായിട്ട് തരാം. അതിന് പെൻസിക്ക് പണിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് തീരുമാനിച്ചത്. കാട്ടാനകളെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാൻ വാച്ചർമാരെ നിയമിക്കുമെന്ന് വനംവകുപ്പ് യോഗത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും നാളിതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എന്നും കാട്ടാനകളെ തുരത്താൻ വനംവകുപ്പ് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കോതമംഗലം DFO ഓഫീസിന് മുൻപിൽ 2000-ഓളം പൊതുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രതിഷേധം തീർക്കുമെന്നും വാർഡ് മെമ്പർ ഉല്ലാസ് പറഞ്ഞു. DFO ഉറപ്പ് തന്നത് ചാത്തുപറ്റം മുള്ളരിങ്ങാട് റോഡിന്റെ സൈഡിലുള്ള ആനകളെയും തലക്കോട് വെള്ളക്കയം റോഡിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ആനകളെയും തലക്കോട് റോഡിന്റെ വടക്ക് സൈഡ് മുടിയിലേക്ക് ഓടിച്ച് കയറ്റിയിട്ട് തിരിച്ചിറങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 2 ഫുൾ ടൈം വാച്ചർമാരെ നിയമിക്കാമെന്ന് അന്ന് CCF MPക്ക് ഉറപ്പ് കൊടുത്തതാണ്. അതുകൊണ്ട് ഇതിനകത്ത് അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടപെട്ട് ഈ ആനകളെ ഈ പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നമ്മളൊരു 2000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോതമംഗലം DFO ഓഫീസിലേക്ക് വലിയ ഒരു ഉപരോധ സമരം നടത്തുവാനുള്ള ഒരു തീരുമാനത്തിലാണ്. കാട്ടാനശല്യത്തിൽ വലിയുന്ന മുള്ളരിങ്ങാട് നിവാസികളുടെ പ്രശ്നത്തിൽ ജനപ്രതിനിധികൾ കാര്യമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.